നമസ്കാരം. പുതിയ വർഷമാണ് 2025 പിറന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ വീഡിയോ ചാനലെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വാഹന റിവ്യൂവും അല്ലെങ്കിൽ വണ്ടികളെ പരിചയപ്പെടുത്തലൊക്കെ ആയിരുന്നു. ഒരു പരിധിവരെ 2024 ആയപ്പോൾ തന്നെയും സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അതാത് ഷോറൂമിൻ്റെ ചാനൽ ഉണ്ടാക്കിയിട്ട് ആ ഒരു വണ്ടിയുടെ ബ്രോഷർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മളെപ്പോലുള്ള ആളുകളുടെ ആ ഒരു സാന്നിധ്യം ഈ ഒരു ഏരിയയിൽ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നി ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്, എന്താണ് നമ്മുടെ ഒരു വീഡിയോയുടെ മോട്ടോ എന്നുള്ളത്. ആ ഒരു ചോദ്യത്തിൽ നിന്ന് കണ്ടെത്തിയ ഉത്തരമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ ഓടിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം നമ്മുടെ ചാനലിൻ്റെ ഒരു വിഷയം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ, ഞാൻ ഓടിക്കേണ്ട വണ്ടികളുടെ ലിസ്റ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ. അതല്ല എക്സോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള വണ്ടികൾ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസും എനിക്ക് വാട്സാപ്പ് ചെയ്തോളൂ. നമ്മളെന്തായാലും നിങ്ങളുടെ അടുത്തൊന്ന് വീഡിയോ ചെയ്യുമായിരിക്കും, കേരളത്തിൽ എവിടെയാണെങ്കിലും. അപ്പോൾ പറഞ്ഞു വന്നതാണ്, ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ലിസ്റ്റിൽ പ്രത്യേകതയുള്ള കുറച്ച് വണ്ടികളുണ്ടായിരുന്നു. അതിലൊന്നെന്ന് പറയുന്നത് ടെമ്പോ ട്രാവലറാണ്. ടെമ്പോ ട്രാവലറല്ല, ഫോഴ്സ് ട്രാവലർ. അതെന്തുകൊണ്ടാണെന്ന് പറയാം, അതിൻ്റെ കാര്യങ്ങൾ പറയാം, ഇതേതാ മോഡലെന്ന് പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും ടെമ്പോ ട്രാവലർ എവിടെ നിന്ന് വന്നാണെന്ന് നിങ്ങൾക്കറിയോ? അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. അതായത് വണ്ടി പ്രാന്തൻ്റെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ലെഗസി ഒക്കെ ഉള്ളൊരു വണ്ടിയാണ് ടെമ്പോ ട്രാവലർ എന്നുള്ളതാണ്. ഈ ടെമ്പോ ട്രാവലർ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ട്രാവലറിനെ പറഞ്ഞാൽ അറിയാലോ. ഫോഴ്സ് എന്ന് പറയുന്നത് പിന്നീട് വന്നൊരു കാര്യം. അപ്പോൾ 1987 ആദ്യ ജനറേഷനായിട്ട് ഈ ഒരു ടെമ്പോ ട്രാവലർ വരുന്നത് മെഴ്സീഡീസ് ബെൻസിൻ്റെ TN അഥവാ T1 എന്ന വണ്ടിയുടെ ലൈസൻസ്ഡ് കോപ്പി ആയിട്ടാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വൈവിധ്യങ്ങളുടെ ഒരുപാട് മോഡലുകൾ നമ്മൾ കണ്ടു. ശരിക്കും ഇന്ത്യക്ക് പ്രിയപ്പെട്ട ഒരു വണ്ടി എന്ന നിലയ്ക്കൊക്കെ ട്രാവലറിന് കാണാം. ടൂറിസ്റ്റ് ആ ഒരു കേന്ദ്രങ്ങളിൽ, ടൂറിസ്റ്റ് യാത്രകൾ അല്ലെങ്കിൽ ആ ഒരു ട്രിപ്പുകൾ, ശബരിമല തീർത്ഥാടനം, അങ്ങനെ എവിടെ നോക്കിയാലും ട്രാവലറുകളാണ്, ട്രാവലറുടെ ബഹളമാണ്. ചാലക്കുടിയിലൊക്കെ ട്രാവലർ കസ്റ്റമൈസ് ചെയ്യുന്ന വർക്ക്ഷോപ്പുകൾ മാത്രമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ കാര്യത്തിൽ എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വണ്ടിയുടെ എഞ്ചിനും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിലയബിലിറ്റി തന്നെയാണ്. മാത്രമല്ല ഈ ബോഡി എന്ന് പറയുന്നത് മോണോക്കോക്കാണ്. ഈവൻ ഷാസിയുടെ മുകളിലുള്ള ബോഡി ആണെങ്കിലും ഈ ബോഡി മോണോക്കോക്കാണ്. ഇതിന് സ്കെയിലബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ സീറ്റുകൾ എന്ന് പറയുന്നത് 12 മുതൽ അങ്ങോട്ട്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സീറ്റ് മുതൽ ഏറ്റവും കൂടിയ സീറ്റ് വരെയുള്ള ആ ഒരു മോഡലാകാൻ പറ്റും. ഇത് ട്രാവലറിൻ്റെ സൂപ്പർ എന്ന മോഡലാണ്. ഈ മോഡൽ എന്ന് പറയുന്നത് ട്രാവലറിൻ്റെ തന്നെ ആ ഒരു 6 വീല് മോഡലുള്ള ആ ഒരു വണ്ടിയുടെ വീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറഞ്ഞ സ്പേസാണ്. അതിനകത്തേക്ക് ഞാൻ വരാം. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ആദ്യ ജനറേഷൻ എന്ന് പറയുമ്പോൾ 2.4 ലിറ്റർ ആ ഒരു മെഴ്സീഡീസ് ബെൻസിൻ്റെ എഞ്ചിനായിരുന്നു. ഇപ്പോൾ മെഴ്സീഡീസ് ബെൻസ് ഡെറിവ് ചെയ്തിട്ടുള്ള 2.6 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ ആ ഒരു പവർ പറയാം, പെർഫോമൻസ് പറയാം, കാര്യങ്ങളൊക്കെ തന്നെ പറയാം. വണ്ടി ഓടിക്കാം. ആദ്യം ഒന്ന് ചുറ്റിയാണ് വണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അകത്ത് കയറാം. അതായത് ഇത് പുതിയ മോഡലാണല്ലോ. ഈ മോഡലിൻ്റെ ആ ഒരു ചെറുപ്പവും വലുപ്പവും ഒന്ന് കാണിക്കാം. എന്നിട്ട് വണ്ടി റോട്ടെടുത്ത് ഓടിക്കാം. ട്രാവലർ സൂപ്പർ എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വീതി കേട്ടോ. ഇതിന് ആ ഒരു 25 സീറ്റിൻ്റെ അതേ വീതിയാണ്. ഹെഡ്ലൈറ്റൊക്കെ തീർത്തും ആ ഒരു സെക്കൻഡ് ജനറേഷൻ വന്ന മാറ്റങ്ങളായിട്ട് കാണാവുന്ന കാര്യമാണ്. നല്ല ഭംഗിയുള്ള ഹെഡ്ലൈറ്റാണ്. ആ ഗ്രില്ലിൻ്റെ ഒരു കാര്യം കാണാം, വലിയ ബോണ്ട് ഏരിയയാണ്. ആ ഒരു ഗ്ലാസ് ഏരിയയുടെ ആ ഒരു വലിപ്പം കണ്ടില്ലേ. ശരിക്കും ഹൈ റൂഫ്, ലോ റൂഫ് പോകുന്ന വണ്ടികളൊക്കെ ട്രാവലർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഹൈ റൂഫ് എന്ന് പറയുന്നത് നിൽക്കാൻ കൂടി വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണാം. വലിയ മിററാണ്. ആ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ കൊടുത്തിട്ട് ലൈറ്റുകളൊക്കെ കാണാൻ ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഏത് മോഡൽ ട്രാവലറാണ് ഇഷ്ടം കൂടി താഴെ കമൻറ്റ് ചെയ്യണേ. എനിക്ക് തോന്നുന്നു ആ ഒരു വലിയ 6 വീലർ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതാണ്. താഴെ ഫോഗ് ലാമ്പില്ല, പക്ഷേ വലിയ ബമ്പറാണ്. ആ ഒരു ബമ്പറിൻ്റെ ആ ഒരു രൂപം കേട്ടോ. ട്രാവലർ ശരിക്കും വാൻ എന്നുള്ള അല്ലെങ്കിൽ സ്മോൾ ട്രക്ക് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ ഈ വണ്ടി വന്ന സമയത്ത് ഇതിന് OM 616 ഫാമിലിയുള്ള ആ ഒരു മെഴ്സീഡീസ് ബെൻസിൻ്റെ എഞ്ചിനാണ് 2.4. ഇപ്പോൾ 2.6 CR എഞ്ചിനാണ്, FM ആ ഒരു എഞ്ചിനാണ്. ഈ എഞ്ചിന് പല പവറുകളുണ്ട്. 102 bhp ഉണ്ട്, 140 bhp ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പവറുകളുണ്ട്. ഈ ഒരു വണ്ടിയുടെ ആ ഒരു പവറിനൊക്കെ ഞാൻ പറയാം. പിന്നെ ചെറിയ വീലുകളാണ് വശങ്ങളിൽ. ചെറിയ വീലെന്ന് പറയാൻ പറ്റില്ല, 16 ഇഞ്ചാണ്. പക്ഷേ ആ ഒരു വീലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മും ആണെന്നുള്ളതാണ്. ട്രാവലറിന് 2 ഡോറേ ഉള്ളൂ. പിന്നെ ബാക്കിൽ ആ ഒരു വലിയ ഡോറാണ്. ആ ഒരു 2 ഡോർ എന്ന് പറയുമ്പോൾ സീറ്റ് മറിച്ചിട്ടാണ് കയറുക. അത് 13 സീറ്റ്. ഇതിനവിടെ സീറ്റില്ല, അവിടെ ബ്ലാങ്ക് ആണ്. അതായത് 12 സീറ്റിന് ബ്ലാങ്ക് ആയിട്ടുള്ള ആ ഒരു സ്പേസും 13 സീറ്റാകുമ്പോൾ ഒരു സീറ്റ് കൂടെ അവിടെ വരുന്നതാണ്. പിന്നെ ഏറ്റവും കൂടുതലുള്ളത് ഇതിൻ്റെ ലഗേജ് സ്പേസാണ്. അപ്പോൾ ഇത് AC ഇല്ലാത്ത മോഡലായതുകൊണ്ട് തന്നെ ഇവിടെ സ്ലൈഡിങ് ആ ഒരു വിൻഡോസ് കാണാം. ഈ സ്ലൈഡിങ് വിൻഡോസിൻ്റെ മുകളിലുള്ള ഈ ഒരു ഫോഴ്സിൻ്റെ ലോഗോ ഉള്ള ഈ ഒരു സംഗതി കൊള്ളാം. പിന്നെ 2 ആ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് സേഫ്റ്റി നൽകി. ഇതാണ് ഫ്യൂൽ ടാങ്ക്. ഇത് കീട്ട് വേണം തുറക്കാനായിട്ട്. പിന്നെ മുന്നിലും പിന്നിലൊക്കെ ലീഫ് സ്പ്രിങ് തന്നെയാണ് ഇതിൻ്റെ ആ ഒരു സസ്പെൻഷൻ എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 12 സീറ്റർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇഷ്ടംപോലെ ആ ഒരു സ്ഥലമുണ്ട്, ബൂട്ട് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ ബൂട്ട് സ്പേസ് എന്ന് പറയാൻ പറ്റുമോ, അതുപോലെ സ്പേസ് എന്ന് പറയുന്നത് ലഗേജ് സ്പേസ് എന്ന് പറയാൻ പറ്റുമോ എന്നുള്ള സംശയമുണ്ട്. നമുക്കിവിടെ ആ ഒരു ആവശ്യത്തിലധികം സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. 13 സീറ്ററിന് ഈ ഒരു കാര്യമില്ല. ഇത് 12 സീറ്ററിൻ്റെ പ്രത്യേകത. ആ ഒരു ബീപ്പ് എന്ന് പറയുന്നത് ഡോർ തുറന്നിട്ട് തന്നെയാണ്. ഇനി ഞാൻ എൻ്റെ ഉള്ളിൽ കയറി നിൽക്കാം. ഈ ഒരു ഹെഡ് റൂമിൻ്റെ കാര്യം പറയുമ്പോൾ, അതായത് ട്രാവലറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. നിൽക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ട്രാവലർ എന്നുള്ളത്. അതൊരു വലിയ കാര്യം തന്നെയല്ലേ. ശരിക്കും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നിന്ന് ഡാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റുമല്ലോ, പ്രത്യേകിച്ചും ടൂറൊക്കെ പോകുമ്പോൾ. ഈ വണ്ടി ശരിക്കും ഫോഴ്സിൽ ആ ഒരു
വെബ്സൈറ്റിൽ പറയുന്നത് വൈഡ് ബോഡി എന്നാണ്. ഈ വൈഡ് ബോഡിയുടെ ഒരു പവർ എന്ന് പറയുന്നത് 114 HP ആണ്. കൂടാതെ 350 Nm ഓഫ് ടോർക്കും ഉണ്ട്. 2023 ആ ഒരു സെക്കൻഡ് ജനറേഷൻ വന്നിട്ടുള്ള ഈ ഒരു വണ്ടികളുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം എനിക്ക് തോന്നുന്നു ഓക്കെ വേരിയൻറ്റുകൾ എന്ന് പറയുമ്പോൾ നെക്സോൺ 101 വേരിയൻറ്റ് അങ്ങനെ സംതിങ് ഉണ്ട് പറഞ്ഞു, അതിന് കൂടുതലുണ്ട്. പക്ഷേ വൈവിധ്യങ്ങൾ കൂടുതൽ ഈ ഒരു വണ്ടിക്ക്. അപ്പോൾ സ്കൂൾ ബസ് അതല്ലെങ്കിൽ യാത്രാവാഹനം അതല്ലെങ്കിൽ ഡെലിവറി വാൻ പോലുള്ള കാര്യങ്ങൾ പല വിധമായ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഡെലിവറി വാൻ അങ്ങനെയുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു മോഡലുകളുടെ വണ്ടിയാണ് ട്രാവലർ. ഈ ട്രാവലറിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഉസ്താദ് പോലുള്ള സിനിമയിൽ കാരവാനാക്കിയിട്ട് കണ്ടു. ഇപ്പോഴും ആളുകൾ കാരവാനാക്കുന്നുണ്ട്. അതായത് കാരവാനാക്കാൻ കൂടി തക്കവണ്ണം പര്യാപ്തമായ ഒരു വണ്ടിയാണെന്നുള്ളതാണ്. അതൊക്കെ തന്നെ ഒരു ഗുണങ്ങളായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഒരു വണ്ടി പല ആ ഒരു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ട്രാവലറിൻ്റെ കാര്യത്തിൽ നിസ്സംശയം പറയുന്ന കാര്യം. അപ്പോൾ ഇത്രയും കാലം റോട്ടിൽ ഇങ്ങനെ നിന്ന് നിലകൊണ്ട് ഇത്രയും വൈവിധ്യമായ മോഡലുകളിൽ അത്രയും വിൽപ്പനയുള്ള വണ്ടി എന്ന് പറയുന്നത് ട്രാവലറിൻ്റെ ഒരു മികവായിട്ട് പറയാം. ഈ വണ്ടിക്ക് ഏറെക്കുറെ 21 ലക്ഷം രൂപയാണ് വില. ഇതിൻ്റെ 13 സീറ്ററിന് 19 ലക്ഷം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ടാക്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് എന്തായാലും ആ ഒരു പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന വണ്ടികളല്ല, ഇത് കൊമേഴ്ഷ്യലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വില ഏറെക്കുറെ ഒരു റോ പ്രൈസാണ്. അത് ശരിക്കും എക്സാക്ട് പ്രൈസ് അല്ല, അത് നിങ്ങൾ ഡീലറായിട്ട് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയിൽ വൈഡർ ബോഡി ഇഷ്ടമാണോ അതോ ഷോർട്ടർ ബോഡിയാണോ ഇഷ്ടം, അതുകൂടി പറയണം. പിന്നെ ഈ വണ്ടിക്ക് കണ്ട അപാകത എന്താണ്? എനിക്ക് കണ്ട ഒരു പോരായ്മയായിട്ട് അല്ലെങ്കിൽ കണ്ടപ്പോൾ ഒരു ഇത്തിരി തോന്നിയത് ഓക്കെ 25 സീറ്റിന് ഈ ഒരു വൈഡ് ഈ ഒരു വിടുത്ത് എന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷേ നീളം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കുഞ്ഞു വണ്ടിക്ക് ഒരു ചെറിയ ഒരു മുറിക്കഷ്ണം പോലുള്ള ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പറയൂ. അപ്പോൾ ഇതിനകത്ത് കയറിയിരിക്കുമ്പോഴുള്ള ആ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു ഇത്തിരി കൂടി കാറിലേക്ക് ആയിട്ടുണ്ട് ഈ വണ്ടി എന്നുള്ളതാണ്. മുമ്പ് ഇവിടെ ആയിരുന്നു ഗിയറൊക്കെ, ഇപ്പോൾ ഗിയർ ഈ ഒരു കൺസോൾ ഗിയർ ആയിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നല്ലതാണ്. ഇപ്പോൾ ഹസാർഡ് ലൈറ്റ് അല്ല കത്തുന്നത്, ആ ഒരു ഡോർ ഓപ്പണിംഗ് വാണിംഗ് ആണ്. നല്ല സേഫ്റ്റി ആയിട്ട് കാര്യമായിട്ട് പറയാം. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാം കാണാം. ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഫീലൊന്നുമില്ല, ഒരു കുഞ്ഞു വണ്ടി ഓടിക്കുന്ന ഫീൽ ഓടിക്കുമ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ പറയാം. സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. കൂടാതെ സീറ്റിൻ്റെ ആ ഒരു ചാര അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സംഗതി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഇവിടെ ആ ഒരു ബോക്സിലുണ്ട്. ഓക്കെ, എഞ്ചിൻ്റെ ഭാഗം ഇവിടേക്ക് നിൽക്കുന്നുണ്ട്. ഇതാണ് ഹാൻഡ് ബ്രേക്ക് എന്നുള്ളതാണ്. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വീതിയാണ്. ഞാനിങ്ങനെ നിന്നാൽ എനിക്ക് 2 വശത്തേക്കും കൈ നീട്ടാനുള്ള വീതിയുണ്ട് കേട്ടോ. ഈ 2 കൈ എത്തുന്ന വീതിയുണ്ട്. ഇത് ഫോം അല്ല, ഈ ഒരു സംഗതി എന്ന് പറയുന്നത് ആ ഒരു ഫാബ്രിക്കാണ്. ഫാബ്രിക്കും അല്ല, ഇത് റെക്സിനാണ്. ഇവിടെ വലിയ ലൈറ്റ് ഉണ്ട്, ഇവിടെ റാക്കുകളുണ്ട്. ഇത് 12 സീറ്ററാണ്. അതുകൊണ്ട് തന്നെ 2, 4, 6, 8, 10, 12 പറയില്ലേ, ആ ഒരു 12 പ്ലസ് ഡ്രൈവർ ആട്ടോ. ഡ്രൈവർ എപ്പോഴും പ്ലസ് ആണ്. പിന്നെ ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസ് അല്ലെങ്കിൽ ലഗേജ് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ടെന്നാണ്. നമ്മൾ പുറത്തെ ആ ഒരു സ്റ്റേറ്റുകളിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ വണ്ടി വാങ്ങിയിട്ട് അവർ വീണ്ടും ഇവിടെയും കുറച്ച് സീറ്റ് ഇടും ആളെ കയറ്റാൻ വേണ്ടിയിട്ട്. ഇവിടെ പ്രശ്നമല്ല, ഇവിടെ നമുക്ക് അങ്ങനെ പറ്റില്ല. ഇതിനകത്ത് നിൽക്കാം, അതാണ് എൻ്റെ ഗുണം എന്നുള്ളതാണ്. നിൽക്കാം, പക്ഷേ ദോഷം AC ഇല്ല. AC പക്ഷേ റെട്രോഫിറ്റ് ചെയ്യാൻ പറ്റും, ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. സീറ്റിൻ്റെ അത്യാവശ്യം കാര്യം പറയുമ്പോൾ റിക്ലൈനിങ് അല്ല, പക്ഷേ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന സീറ്റാണ്. നല്ല ലെഗ് റൂം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ ചാരും ഒപ്റ്റിമമാണ്, അഡക്വേറ്റ് ആണ്. അതായത് ഒരിക്കലും ഒരു കുറവൊന്നും പറയാൻ പറ്റില്ല. നല്ല എയർ ഫീലും ഉണ്ട് ഈ വണ്ടിക്കകത്ത്. ഇതാണ് ട്രാവലറിൻ്റെ ഡാഷ്ബോർഡ്. AC വെൻറ്റുകളുണ്ട്, AC ഇല്ലെങ്കിലും. കൂടാതെ വലിയ സ്റ്റിയറിംഗ് ആണെന്നുള്ളതാണ്, വലിയ സ്റ്റിയറിംഗ് ആണ്. ടാക്കോമീറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ ഉണ്ട്, ഒരു MID കാണാം, ചെറിയ MID ആണ്. അത്യാവശ്യം ഇൻഫർമേഷനൊക്കെ കാണാമെന്നുള്ളതാണ്. ഇവിടെ സ്വിച്ചുകളുണ്ട്, ആ ഒരു DPF റീജനറേഷൻ്റെ സ്വിച്ച് ഉണ്ട്. കൂടാതെ ലൈറ്റുകളുടെ സ്വിച്ച്, ഹെഡ് ലാമ്പ് ലെവലർ, ഹസാർഡ് ലൈറ്റ്, ഈ സ്വിച്ചുകൾ കാണാം. ഡോറിൽ ഡോർ പോക്കറ്റുകൾ ഉണ്ടെന്നുള്ളതാണ്. അതായത് പുതിയ ട്രാവലറിന് കുറച്ചധികം ആ ഒരു അമനിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് കാര്യമായിട്ട് കാണാം. ഇവിടെ സീറ്റ് നോക്കിയേ, ഈ സീറ്റിൽ ആ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബ് കണ്ടില്ലേ, പഴയ കാറുകളിലേതുപോലെ. എന്നാലും നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പെഡലുകൾ ഹാങ്ങിങ് പെഡലുകളാണ്. ഈ ഒരു പെഡലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഇതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് എന്നുള്ളതാണ് കയറാനുള്ളത്. ട്രാവലറിൻ്റെ മിററിന് മാറ്റമുണ്ട്. ഇപ്പോൾ വലിയ മിററാണ്, 2 സ്റ്റെപ്പുള്ള വലിയ മിററാണ് കേട്ടോ. റെഗുലേഷൻ്റെ ഭാഗമായിട്ട് പിന്നിൽ ആ ഒരു പാർക്കിംഗ് സെൻസറൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ താഴെയാണ് ആ സ്പെയർ വീൽ എന്നുള്ളതാണോ. അപ്പോൾ 1987 വന്ന ട്രാവലറിന് 2023 കാര്യമായിട്ടുള്ള മാറ്റങ്ങളായിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് പുതിയ മോഡലുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു വണ്ടിയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 25 സീറ്റിൻ്റെ വീതിയും ആ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ആ ഒരു സ്ഥല സൗകര്യം കുറഞ്ഞ വിലയ്ക്ക് കിട്ടും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ സീറ്റിംഗ് എന്ന് പറയുന്നത് ഒപ്റ്റിമമാണ്. 12 സീറ്റ് എന്ന് പറഞ്ഞു, കയറിറങ്ങാനും ബുദ്ധിമുട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും ട്രാവലർ ഒന്ന് ഓടിക്കണം. ആ ഒരു 2.6 എന്ന് പറയുന്ന എഞ്ചിൻ നമ്മൾ അർബാനിൽ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി കൂടെ ഒന്ന് ഓടിക്കണം. എനിക്ക് തോന്നുന്നു 2025 ഓടിക്കാൻ വിട്ടുപോയ വണ്ടി തുടങ്ങുന്നത് ട്രാവലറിലാണെന്നുള്ളതൊരു വലിയ കാര്യമാണ്. കാരണം ഇന്ത്യയുടെ പ്രിയപ്പെട്ട കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റിലൊരു വണ്ടി നല്ലാണ്ട് ട്രാവലറിനെ മറ്റൊന്നും പറയാനില്ല. പ്രിയപ്പെട്ട വണ്ടിയാണ്, പ്രത്യേകിച്ചും ഈ ഒരു ടൂറിസ്റ്റ് സെഗ്മെൻറ്റിൽ. അപ്പോൾ എന്തായാലും വണ്ടി ഓടിക്കാം. ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ ഏതൊരു എന്തൂസിയാസ്റ്റുകളുടെയും ആഗ്രഹമായിരിക്കും ട്രാവലർ ഒന്ന് ഓടിക്കുക എന്നുള്ളത്. ഈ വണ്ടി ഓടിക്കാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം ഏത് ടാക്സി സ്റ്റാൻഡിൽ വണ്ടികൾ കാണും, ആരെങ്കിലുമൊക്കെ ഫ്രണ്ടായാൽ മതി എടുത്ത് ഓടിക്കാം. പക്ഷേ അവിടെ പറയുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലച്ചിൻ്റെ മോഡുലേഷൻ ശരിയായില്ലെങ്കിൽ ക്ലച്ച് ഡിസ്ക് കരിഞ്ഞു പോകുന്നുള്ള ഒരു മിത്ത് പറഞ്ഞിട്ടുണ്ട്.
പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അത് അവർ വണ്ടി ഓടിക്കാൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നത്. കാരണം മാറി മാറി ഓടിച്ചാൽ പ്രശ്നം വരുന്നൊരു വണ്ടി ഒന്നുമല്ല ട്രാവലർ. ഇതിന് അത്യാവശ്യം ടോർക്ക് ഉണ്ട്, 350 ന്യൂട്ടൺ മീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ആൾ ഫുള്ള് കയറിയാലും വലിച്ചങ്ങോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പവർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഏറെക്കുറെ 114 ഹോഴ്സ് പവറാണ്. പക്ഷേ ഈ വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ്. ഒരു കാർ ഓടിക്കുന്നവർ ഓടിക്കാൻ എനിക്ക് തോന്നുന്നു. എൻ്റെ ഫിഗോ ആസ്പെയറിൻ്റെ അത്രയും ആ ഒരു ടൈറ്റ് കൂടി ക്ലച്ചിനില്ല, അത്രയും ലൂസാണ് ക്ലച്ച് എന്നുള്ളതാണ്, ലൈറ്റാണ് ക്ലച്ച് എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഈ വണ്ടിയുടെ ഒരു ഹിറ്റിൻ്റെ കാര്യമായിട്ട് പറയേണ്ടതും. അപ്പോൾ മോശം റോഡിലോ, ഇപ്പോൾ ഇതിൻ്റെ പിന്നിലും മുന്നിലൊക്കെ ലീഫ് തന്നെയല്ലേ, അങ്ങനെ മോശം റോഡിൽ എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചാൽ യാത്ര സുഖമുണ്ട്. ഇപ്പോൾ ശബരിമല ട്രിപ്പിനൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഈ ഒരു വണ്ടിയായത് ആ ഒരു കാരണം കൊണ്ടാവാനാണ് വഴി. ഇപ്പോൾ ഒന്ന് കാല് കൊടുത്താൽ വലിച്ചു കയറി പോവുകയും ചെയ്യും. 2200 വരെ അവർ RPM മാർക്ക് ചെയ്തിട്ടുണ്ട് ഗ്രീനായിട്ട്. അപ്പോൾ അത് ഫ്യൂവൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടി ഹിറ്റാവാനുള്ള മെയിൻ കാരണങ്ങൾ ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി ഫാക്ടർ തന്നെയാണ്. 5 സ്പീഡാണ് ഷിഫ്റ്റർ. ഈ ഷിഫ്റ്റർ എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടുന്ന് വന്നിരുന്നു, ഇപ്പോൾ അത് ഈ ഒരു കൺസോൾ മൗണ്ടറായി. ഷിഫ്റ്റ് നോക്കാൻ നല്ല സുഖമുണ്ട്. സ്റ്റിയറിംഗ് ഒരു ഇത്തിരി വട്ടം കൂടുതലാണ്. ആ ഒരു കൂർക്കയെ കണ്ട ആ ഒരു സ്റ്റിയറിംഗ് തന്നെ പറയാം. ഇപ്പോൾ ഡെഡ് പെഡൽ നമ്മൾ ക്ലച്ച് കണ്ടുണ്ട്, പക്ഷേ ഈ വണ്ടിക്ക് ആക്സിലേറ്ററിൻ്റെ അവിടെ ഒരു ഡെഡ് പെഡൽ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ആ ഒരു മിററിൻ്റെ ആ ഒരു കാര്യം നോക്കി നല്ല കാഴ്ച വരുന്നില്ലേ? ഇത് ഓടിക്കാനായിട്ട് തീർത്തും ഈസിയാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് ട്രാവലർ ഓടിക്കാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ ഈ പല പല മോഡലുകൾ റോഡിൽ കാണുമ്പോഴും ഈ ഒരു കാരവാൻ മോഡൽ റോഡിൽ കാണുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളൊക്കെ റോഡിൽ കാണുമ്പോഴും ഇതെന്താണ് ഇതിൻ്റെ ആ ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർബാന ഓടിച്ചപ്പോൾ നല്ല സുഖം തോന്നി. ആ ഒരു സുഖം ട്രാവലറിലും ഉണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ട്രാവലർ ഓടിക്കാൻ നല്ല ഈസിയാണെന്നുള്ളതാണ്. അവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്, അത് ചെറിയ വീതി കുറഞ്ഞ മോഡലാണ്. എനിക്ക് വീതി കുറഞ്ഞ മോഡലിനേക്കാളും കുറച്ചുകൂടി ആ ഒരു പ്രപ്പോർഷൻ ശരിയായിട്ട് ഈ ഒരു വീതി കൂടിയ മോഡൽ തോന്നി. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. ഇതിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ലൈറ്റാട്ടോ, വലിയ എഫേർട്ടൊന്നുമില്ല തിരിക്കാനായിട്ട്. ബ്രേക്ക് എന്ന് പറയുന്നത് നല്ല കൃത്യത ഉണ്ട്. നമുക്ക് ചവിട്ടിയെടുത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തേർഡ് ഗിയറിലും കാല് കൊടുത്ത് എടുത്തു പോകാൻ പറ്റും. അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒരു ഇത്തിരി കൂടി മാറ്റങ്ങൾ നമ്മൾ ആഗ്രഹിക്കുക ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് സീറ്റിലെ ഒരു റിക്ലൈനിങ് കാര്യങ്ങളൊക്കെ വേണ്ടിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ മോഡലുകളുടെ ആ ഒരു ഡിഫറൻഷിയേഷന് വേണ്ടിയിട്ട് അവരതൊക്കെ ചെയ്യാറുണ്ട്. ആ ഒരു പല വണ്ടികളും പല മോഡലുകളുണ്ട്. പർബാനെ വാങ്ങിയാൽ കുറച്ചും കൂടി ഒരു ഫീച്ചർ കിട്ടുവാനുള്ള കാര്യങ്ങളുള്ളൂ. അപ്പോൾ ട്രാവലറിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഒരു ഇത്തിരി യൂട്ടിലിറ്റേറിയൻ ആണ്. ആ ഒരു 2.6 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പഞ്ചി ആയിട്ടുള്ള എഞ്ചിനാണ്. കാല് കൊടുത്താൽ വലിച്ചു കയറി പോകുന്നൊരു ഫീലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിനൊക്കെ സ്പീഡ് ലിമിറ്റ് ഉണ്ടല്ലോ, ആ ഒരു സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സ്പീഡിൽ പോകുന്നതിനൊക്കെ കൂടുതൽ വലിച്ചു കയറി പോകുക എന്നുള്ളതാണ് ആ ഒരു കാര്യം ഈ വണ്ടിക്കുണ്ട്. ഗ്ലാസ് വാഷ് ചെയ്യുന്ന മെക്കാനിസം എന്ന് പറയുന്നത് വൈപ്പറിൻ്റെ മുകളിലാണോ, അതൊക്കെ ക്ലെവറായിട്ടുള്ള കാര്യങ്ങളാണ്. ലോക്ക് ചെയ്യാവുന്ന ഗ്ലോ ബോക്സ് ആണ്, ആവശ്യമാണ്. അപ്പോൾ സവിശേഷതകളല്ല, യൂട്ടിലിറ്റിയാണ് ഈ വണ്ടിയുടെ ഗുണം എന്നുള്ളതാണ്. ഇതിൻ്റെ എഞ്ചിൻ്റെ ആ ഒരു സൗണ്ട് രസമുണ്ട്. പഴയ കാലത്തെ ലൈലാൻഡ് പറയും പോലെ നമുക്ക് ആ ഒരു ത്രസിപ്പിക്കുന്ന ഒരു സൗണ്ടാണ്. സീറ്റിംഗ് കൊള്ളാം, കംഫർട്ടബിൾ ആണ്. സീറ്റിൻ്റെ ആ ഒരു ഇരിക്കുന്ന പോസ്റ്റർ നല്ലതാണ്. സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു കാര്യങ്ങൾ നല്ലതാണ്, ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിലും. അപ്പോൾ ശരിക്കും ഓടിക്കാൻ ആഗ്രഹമുള്ള വണ്ടികളിൽ നിങ്ങൾക്കും ട്രാവലർ ഉണ്ടാവും. അതിൻ്റെ കാര്യം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. എന്തായാലും എൻ്റെ ആ ഒരു 2025 വണ്ടികളുടെ ലിസ്റ്റിൽ ആദ്യത്തെ ആ ഒരു കാര്യം ട്രാവലറായിരുന്നു. അതിവിടെ തീരാണ്. എനിക്ക് ഈ വണ്ടി റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം കേരളത്തിൽ മുഴുവൻ വിൽക്കുന്ന വണ്ടിയാണ്. എനിക്ക് വണ്ടി നല്ലതാണെന്ന് പറഞ്ഞ കാര്യമില്ല, കാരണം എല്ലാവർക്കും അതറിയാം. എനിക്ക് വണ്ടി കംഫർട്ടബിൾ ആണെന്ന് പറയേണ്ട കാര്യമില്ല, കാരണം എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ട്രാവലറിൽ സഞ്ചരിക്കാത്ത ആളുകളുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാം കൊണ്ടും മികച്ചൊരു വണ്ടിയെക്കുറിച്ച് വീണ്ടും മികവ് പറയാതിരിക്കുക എന്നുള്ളതാണ് ശരിക്കും മാന്യത എന്നുള്ളത്. അപ്പോൾ എന്തായാലും ട്രാവലർ ഓടിക്കാൻ രസമുണ്ട്. കാര്യം കൊടുക്കാം. അപ്പോൾ അടുത്ത വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.